ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ എംപാനൽ ഷൂട്ടർമാരുടെ തോക്ക് സറണ്ടർ ചെയ്യാൻ ഇതാ പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. അത് കാട്ടുപന്നി ശല്യം രൂക്ഷമായ മലയോര ഗ്രാമങ്ങളെയൊക്കെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കോഴിക്കോട് തിരുവമ്പാടി പഞ്ചായത്തിന്റെ കാട്ടുപന്നി വേട്ട ഇതോടെ മുടങ്ങി. 40ഓളം എംപാനൽ ഷൂട്ടർമാരെ ഉൾപ്പെടുത്തിയാണ് വേട്ട തീരുമാനിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തോക്ക് സറണ്ടർ ചെയ്യാൻ നിർദ്ദേശം നൽകിയത് പിൻവലിക്കണമെന്നാണ് ഇപ്പോൾ തിരുവമ്പാടി പഞ്ചായത്തിന്റെ ആവശ്യം. 28-ാം തീയതി വീണ്ടും ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ സ്റ്റേഷൻ SHO വിളിക്കുന്നു, മറ്റ് ആളുകൾ വിളിച്ചിട്ട് ഇവരോട് പറയുന്നു കലക്ടറിൻ്റെ ഉത്തരവുണ്ട്, നിങ്ങൾ അടിയന്തരമായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള തോക്കുകൾ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. MLA ഇടപെടണം ഈ വിഷയത്തിൽ. നിലവിൽ ഡെപ്പോസിറ്റ് ചെയ്ത തോക്കുകൾ തിരിച്ചു തരണം. നാളെയോ മറ്റന്നാളോ ഹണ്ടിങ് നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. മേഖലയിൽ ഏതായാലും കാട്ടുപന്നി ശല്യം പകൽ സമയത്തും രൂക്ഷമാണ്. ഇത്തരത്തിൽ തോക്ക് സറണ്ടർ ചെയ്താൽ ദുരിതം ഇരട്ടിക്കുമെന്നാണ് കർഷകർ പറയുന്നത്. അവരുടെ പ്രതികരണം കൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ പറമ്പിൽ ഇന്നലെ കാട്ടുപന്നി വന്ന് പോയിട്ടുണ്ട്. എന്തോ ഭാഗത്തിനൊന്നും കുത്തി നശിപ്പിച്ചിട്ടില്ല, അത് ജസ്റ്റ് പാസ് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. ഇതിനിടയിലാണ് നമ്മൾ ഈ തോക്ക് ഷൂട്ടർമാരുടെ അടുത്ത് ഈ തോക്ക് ഒരു അനുമതി പെട്ടെന്നൊരു നിർദ്ദേശത്തിൻ്റെ പുറത്ത് എല്ലാ ലൈസൻസുകളും തോക്ക് അവിടെ സറണ്ടർ ചെയ്യേണ്ടി വന്നത് ഈ തിരുവമ്പാടി പോലീസ് സ്റ്റേഷൻ. നമ്മൾ തിരുവമ്പാടി പഞ്ചായത്തിന് അണ്ടറിലുള്ള എല്ലാ ലൈസൻസുകളും തിരുവമ്പാടി പോലീസ് സ്റ്റേഷനാണ്. അങ്ങനെ ഓൾ കേരളയിലുള്ള എല്ലാ ലൈസൻസുകളും അവരുടെ തോക്കുകൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. ശരത് SS ചേരുകയാണ്. ശരത്, ഇതൊരു പ്രതിസന്ധി തന്നെയാണ്. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോഴുള്ള സ്വാഭാവിക നടപടിക്രമമല്ലേ, ഇതിനൊരു പരിഹാരം എന്നത് സാധ്യമാണോ? ഇപ്പോൾ തോക്കുകൾ സറണ്ടർ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായി തന്നെയല്ലേ? വിനീത, അതിൽ ആശങ്കയായി പ്രധാനമായും പ്രശ്നമായി ഇത്തരത്തിൽ കർഷകരും എംപാനൽ ഷൂട്ടർമാരും പറയുന്നത് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമാണ് ഇത്തരം തോക്കുകൾ സറണ്ടർ ചെയ്യാറുള്ളത്. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ തോക്കുകൾ സറണ്ടർ ചെയ്യാൻ നിർദ്ദേശത്തോടുകൂടി ഇപ്പോൾ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് തിരുവമ്പാടി അടക്കമുള്ള കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ കാട്ടുപന്നി ശല്യം വളരെ രൂക്ഷമാണ്. കൃഷിനാശം വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പഞ്ചായത്തടക്കം ഇതിൽ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇത്തരത്തിൽ തോക്ക് സറണ്ടർ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ തോക്ക് സറണ്ടർ ചെയ്യാൻ പറഞ്ഞത് ശരിയായ നടപടിയല്ല. അതിനുശേഷം പ്രഖ്യാപിച്ചാൽ കർഷകർക്ക് കുറെ കൂടി ആശ്വാസകരമാകും. അതല്ലാതെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ ഈ മേഖലയിൽ കാട്ടുപന്നി ശല്യം പകൽ സമയം പോലും രൂക്ഷമാണ്. ആ രീതിയിൽ പ്രതിസന്ധി നേരിടുമ്പോൾ ഇത്തരത്തിൽ തോക്കുകളില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം എംപാനൽ ഷൂട്ടർമാരുടെ സഹായമില്ലെങ്കിൽ അത് പ്രശ്നങ്ങളിൽ നിന്ന് പരിഹരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് കർഷകർ മുന്നോട്ട് വെക്കുന്ന പ്രധാന വാദം. മാത്രമല്ല കഴിഞ്ഞ ദിവസം കാട്ടുപന്നി വേട്ട നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. 40ഓളം എംപാനൽ ഷൂട്ടർമാരുടെ സഹായത്തിലായിരുന്നു അത്തരമൊരു വേട്ട നടത്താൻ വേണ്ടി പഞ്ചായത്ത് തീരുമാനിച്ചത്. പക്ഷേ അതുൾപ്പെടെ മാറ്റിവെക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവ് പിൻവലിക്കണം എന്ന ആവശ്യമാണ് പ്രധാനമായും കർഷകരും പഞ്ചായത്തും മുന്നോട്ട് വെക്കുന്നത്. ശരി, ശരത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ കർഷകരുടെയും പഞ്ചായത്തിന്റെയും ഒക്കെ ആവശ്യം ന്യായം തന്നെയാണ്. അതൊരു പ്രതിസന്ധി തന്നെയാണ്. ഇനിയിപ്പോൾ കാട്ടുപന്നികൾ ചൂട് കൂടുമ്പോൾ പുറത്തിറങ്ങുന്ന സാഹചര്യവും കൂടുതലായിരിക്കും. ഏതായാലും ഇതിനൊരു പരിഹാരം എന്നത് സാധ്യമാണോ എന്നറിയില്ല. അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.